ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് 5ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് സബ്ജക്റ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമ്മൾ സോഷ്യൽ സയൻസിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തും കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ പോയിട്ട് സ്റ്റാൻഡേർഡ് 5 ആനുവൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ കാണാവുന്നതാണ്. ഓക്കെ, സോ നമുക്കിവിടെ ചോദ്യപേപ്പർ നോക്കാം. ഈ ഒരു പേപ്പറിൽ നിങ്ങൾക്ക് 7 ആക്ടിവിറ്റീസ് ആണ് വരുന്നത്. അതിൽ ഏതെങ്കിലും 5 എണ്ണത്തിന് മാത്രം നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതി. പക്ഷേ നിങ്ങൾ ഉത്തരം എഴുതുന്ന 5 ചോദ്യങ്ങളിലെ എല്ലാ സബ് ക്വസ്റ്റ്യൻസിനും നിങ്ങൾ ആൻസർ ചെയ്യേണ്ടതാണ്. സോ ആദ്യത്തെ പ്രവർത്തനം നോക്കാം. ആക്ടിവിറ്റി 1. നിങ്ങൾക്കിവിടെ 4 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഈ ചിത്രങ്ങളൊക്കെ എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? വ്യത്യസ്ത തരം ജോലികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അല്ലേ? ആദ്യത്തെ ചിത്രത്തിൽ നിങ്ങൾക്കൊരു കച്ചവടക്കാരനെ കാണാം. രണ്ടാമത്തെ ചിത്രത്തിൽ ഒരു ബസ് കണ്ടക്ടറെ കാണാം. മൂന്നാമത്തെ ചിത്രത്തിൽ ചുമട് എടുക്കുന്ന ഒരു തൊഴിലാളിയെ കാണാം. നാലാമത്തെ ചിത്രത്തിൽ കല്ലൊക്കെ വെച്ച് ഒരു വീടുണ്ടാക്കുന്ന ഒരാളെ കാണാം അല്ലേ? തേക്കാണ്, ചുമര് തേക്കുന്ന ഒരാളെ കാണാം. സോ 4 ചിത്രത്തിലും വ്യത്യസ്ത തരത്തിലുള്ള ജോബ്സ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒബ്സർവ് ദി വേരിയസ് ജോബ്സ് ഗിവൺ ഇൻ ദ പിക്ചർ. ചിത്രത്തിൽ തന്നിട്ടുള്ള ഓരോ ജോലികളും നിരീക്ഷിക്കുക. ഈസ് എംപ്ലോയ്മെന്റ് ദ ഓൺലി സോഴ്സ് ഓഫ് ഇൻകം ഫോർ എ ഫാമിലി? ഒരു കുടുംബത്തിന് വരുമാനം കിട്ടാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് ജോലിയാണോ? റൈറ്റ് എ ഷോർട്ട് നോട്ട് എക്സ്പ്രസിങ് യുവർ ഒപ്പീനിയൻ. നിങ്ങളുടെ അഭിപ്രായം ഉൾപ്പെടുത്തിയിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ്. എംപ്ലോയ്മെൻറ്റ് തൊഴിലുകൾ മാത്രമല്ല ഒരു ഫാമിലിയുടെ വരുമാനം എന്ന് പറയുന്നത്. മറ്റെന്തെല്ലാം ആവാം? കൃഷി ആവാം, ബിസിനസ് ആവാം, പെൻഷൻ ആവാം, വീട് വാടക കിട്ടുന്നതാവാം, അങ്ങനെ പലതരം കാരണങ്ങൾ ഉണ്ടാവാം. സോ നമുക്ക് എഴുതാം, നോ, എംപ്ലോയ്മെൻറ്റ് ഈസ് നോട്ട് ഓൺലി ദ സോഴ്സ് ഓഫ് ഇൻകം ഫോർ എ ഫാമിലി. എ ഫാമിലി ക്യാൻ ഗെറ്റ് ഇൻകം ഫ്രം ഡിഫറെൻറ്റ് സോഴ്സസ് സച്ച് ആസ് ഫാമിംഗ്, ബിസിനസ്, ഡെയിലി വേജസ്, പെൻഷൻ, റെൻറ്റ് ആൻഡ് സെൽഫ് എംപ്ലോയ്മെൻറ്റ്. സം ഫാമിലീസ് ആൾസോ ഏൺ മണി ബൈ സെല്ലിംഗ് പ്രൊഡക്ട്സ്. ചില ആളുകൾ സാധനങ്ങളൊക്കെ വിറ്റും കണ്ടും വരുമാനം നേടാവുന്നതാണ്. സോ ഫാമിലി ഇൻകം ക്യാൻ കം ഫ്രം മെനി ഡിഫറെൻറ്റ് വേസ്. അതുകൊണ്ട് ഫാമിലിയുടെ വരുമാനം, ഇൻകം എന്ന് പറയുന്നത് പല വഴികളിലൂടെയും വരുന്നതാണ്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ബി ചോദ്യം നോക്കാം. ലിസ്റ്റ് ദ റീസൺസ് ഫോർ ദി വേരിയസ് എക്കണോമിക് ഇൻഇക്വാളിറ്റീസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ സൊസൈറ്റി. നമ്മുടെ സമൂഹത്തിൽ എക്കണോമിക് ഇൻഇക്വാളിറ്റീസ് ഉണ്ടാവും. എന്താണ് ഈ എക്കണോമിക് ഇൻഇക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ? സാമ്പത്തിക അസമത്വം. നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടിനെ നിരീക്ഷിച്ച് നോക്കുക. നിങ്ങളുടെ അയൽക്കാരായിട്ടുള്ള ആൾക്കാർ ചിലർ റിച്ച് ആയിട്ടുണ്ടാവും, അതായത് സാമ്പത്തികമായിട്ട് മുന്നോട്ട് നിൽക്കുന്ന നല്ല വരുമാനമുള്ള നല്ല റിച്ച് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. ചില ആൾക്കാരോ പാവപ്പെട്ടവരെന്നൊക്കെ പറയും, അതായത് സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന ആളായിരിക്കും. പിന്നെ ചില ആൾക്കാർ രണ്ടിനെയും ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എന്നൊക്കെ പറയും. ഒരു കുഴപ്പമില്ല, ഒരു ഏവറേജ് ഫാമിലി, അങ്ങനെ അങ്ങ് പോകുന്നത് അല്ലേ? എന്തുകൊണ്ടാണ് ഈ ഒരു എന്താ പറയുക, പലരും പല ടൈപ്പാണ്, പല ടൈപ്പ് സാമ്പത്തിക രീതിയിൽ നിൽക്കുന്നവരാണ്. എന്താണ് ഇതിനുള്ള കാരണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് മെയിനായിട്ട് നമുക്ക് പറയാം, എന്താണല്ലേ? അവരുടെ ജോലികളിലുള്ള വ്യത്യാസമാണ്, വരുമാനത്തിൽ വരുന്ന വ്യത്യാസമാണ്. നല്ല ജോലിയുള്ള ആൾക്കാർ, നല്ല വരുമാനമുള്ള ആൾക്കാർ നല്ല റിച്ച് ആയിരിക്കും, സാമ്പത്തികമായിട്ട് മുന്നോട്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കും. ഇനി അത്ര ജോലിയില്ല, അവർക്ക് നല്ല കാര്യമായിട്ടുള്ള വരുമാനമൊന്നും കിട്ടുന്നില്ല, അപ്പോൾ അവർ സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കും. സോ ഈ എക്കണോമിക് ഇൻഇക്വാളിറ്റീസ് ഉണ്ടാവാനുള്ള ഒരു കാരണമാണ് ജോലിയിലുള്ള വ്യത്യാസം, ഡിഫറെൻ്റ് ഇൻ ജോബ് ഓപ്പർച്യൂണിറ്റീസ്. പിന്നെയോ തൊഴിലില്ലായ്മ, അൺഎംപ്ലോയ്മെൻറ്റ്. നമുക്ക് ഇതാം അൺഈക്വൽ വേജസ്, എല്ലാവർക്കും തുല്യ വരുമാനമല്ല കിട്ടുന്നത്. പിന്നെയോ ഡിഫറൻസ് ഇൻ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിലുള്ള വ്യത്യാസങ്ങൾ. വിദ്യാഭ്യാസത്തിനനുസരിച്ചിട്ടാണല്ലോ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ജോബ്സ് ഒക്കെ കിട്ടുന്നത്. സോ ഡിഫറൻസ് ഇൻ എഡ്യൂക്കേഷനും ഇതിനൊരു കാരണമാണ്. അപ്പോൾ കുട്ടികളെ, ആദ്യത്തെ ആക്ടിവിറ്റി നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ആക്ടിവിറ്റി 2 നോക്കാം. കംപ്ലീറ്റ് ദി വർക്ക്ഷീറ്റ് റിലേറ്റഡ് ടു പ്ലാനറ്റ്സ് ആൻഡ് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ്. നിങ്ങൾക്കിവിടെ പ്ലാനറ്റ്സിൻ്റെ പേര് തന്നിട്ടുണ്ട്, അവിടെ ക്യാരക്ടറിസ്റ്റിക്സും തന്നിട്ടുണ്ട്. എന്നാൽ ഇത് കംപ്ലീറ്റ് അല്ല ഈ ഒരു ടേബിൾ. ചിലത് പ്ലാനറ്റിൻ്റെ പേര് മിസ്സാണ്, ചിലത് ക്യാരക്ടറിസ്റ്റിക്സ് മിസ്സാണ്. സോ ഇത് കംപ്ലീറ്റ് ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്കിത് ചെയ്യാം. അതിന് മുൻപേ ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 163 പേജിൽ ഓരോ പ്ലാനറ്റ്സിൻ്റെ പേരും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും വലിയൊരു ടേബിളിലാക്കിയിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. നമുക്കതൊന്ന് വായിക്കാം. മെർക്കുറി ക്ലോസസ്റ്റ് ടു ദി സൺ ആണ്. വീനസ് നോൺ ആസ് മോർണിംഗ് സ്റ്റാർ ആൻഡ് ഈവനിങ് സ്റ്റാർ. എർത്ത്
ദ ഓൺലി പ്ലാനറ്റ് ഇൻ വിച്ച് ലൈഫ് എക്സിസ്റ്റ്. ജീവനുള്ള ഒരേ ഒരു പ്ലാനറ്റ് എന്ന് പറയുന്നത് എർത്ത്, ഭൂമിയാണ്. മാസ്, റെഡ് പ്ലാനറ്റ്. ജൂപ്പിറ്റർ, ദി ലാർജസ്റ്റ് പ്ലാനറ്റ് ആണ്. സാറ്റേൺ, ദി സെക്കൻഡ് ലാർജസ്റ്റ് പ്ലാനറ്റ്. യുറാനസ്, ദ കോൾഡസ്റ്റ് പ്ലാനറ്റ്. നെപ്റ്റ്യൂൺ, ദ പ്ലാനറ്റ് ദാറ്റ് ഈസ് ഫർദർ ഫ്രം ദി സൺ. സൂര്യനിൽ നിന്നും ഏറ്റവും ദൂരത്തുള്ള പ്ലാനറ്റ് ആണ് നെപ്റ്റ്യൂൺ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് വരാം. ഇവിടെ മാസ് തന്നിട്ടുണ്ട്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അവിടെ നിങ്ങൾ ഫിൽ ചെയ്ത് കൊടുക്കണം. മാസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? മാസ് ആണ് റെഡ് പ്ലാനറ്റ് എന്നറിയപ്പെടുന്നത്. സോ നിങ്ങൾ അവിടെ റെഡ് പ്ലാനറ്റ് എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. അടുത്തത് സെക്കൻഡ് ലാർജസ്റ്റ് പ്ലാനറ്റ് ഏതാണെന്നാണ് ഉത്തരം. സാറ്റേൺ ആണ്. ഇനി അടുത്തത് യുറാനസ്. യുറാനസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ദ കോൾഡസ്റ്റ് പ്ലാനറ്റ് ആണ്, ഏറ്റവും തണുപ്പുള്ള പ്ലാനറ്റ് ആണ്. അടുത്തത് നിങ്ങൾക്ക് ക്യാരക്ടറിസ്റ്റിക്സ് നൽകിയിട്ടുണ്ട്. നോൺ ആസ് ദി മോർണിംഗ് സ്റ്റാർ ആൻഡ് ദി ഈവനിങ് സ്റ്റാർ. വീനസ് ആണ്. നമ്മുടെ ടേബിൾ ഇവിടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബി ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് കറക്റ്റ്? താഴെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? നമുക്ക് ഓപ്ഷൻസ് ഒന്ന് വായിക്കാം. ദ സൺ ഈസ് എ സ്റ്റാർ, ശരിയായിട്ടുള്ള ഉത്തരമാണ്. സൂര്യൻ ഒരു നക്ഷത്രമാണ്. അടുത്തത് ബി, ഓൾ പ്ലാനറ്റ്സ് ഹാവ് സാറ്റലൈറ്റ്സ്, എല്ലാ പ്ലാനറ്റിനും സാറ്റലൈറ്റ്സ് ഉണ്ട്, തെറ്റാണ്. സി, പ്ലാനറ്റ്സ് ആർ സെൽഫ് ഇലുമിനേറ്റിംഗ്, പ്ലാനറ്റ്സ് സ്വയം പ്രകാശിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്, തെറ്റാണ്. പ്ലാനറ്റ്സ് സ്വയം പ്രകാശിക്കുന്നില്ല, സൂര്യൻ്റെ വെളിച്ചമാണ് പ്ലാനറ്റ്സ് റിഫ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ എന്താണ്? പ്ലാനറ്റ്സ് സ്വയമായിട്ട് പ്രകാശിക്കുന്നില്ല, അത് സൂര്യൻ്റെ വെളിച്ചമാണ് നമ്മൾ കാണുന്നത്. അടുത്തത് ഡി, ഓൾ പ്ലാനറ്റ്സ് റൊട്ടേറ്റ് ഫ്രം ദി വെസ്റ്റ് ടു ഈസ്റ്റ്, എല്ലാ പ്ലാനറ്റ്സും വെസ്റ്റ് ടു ഈസ്റ്റിലേക്കാണ് കറങ്ങുന്നത്, അതും തെറ്റാണ്. ഇവിടെ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ മാത്രമാണ്. ദ സൺ ഈസ് എ സ്റ്റാർ. അടുത്തത് ആക്ടിവിറ്റി 3 ആണ്. റീഡ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റഡ് ടു റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ ഓഫ് ദി എർത്ത്. ക്ലാസിഫൈ ആൻഡ് കംപ്ലീറ്റ് ദി ടേബിൾ ഗിവൺ ബിലോ. നിങ്ങൾക്ക് റൊട്ടേഷനും റെവല്യൂഷനും ആയി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പോയിന്റ്സ് താഴെ തന്നിട്ടുണ്ട്. ഇതിന് ശരിയായത് റൊട്ടേഷൻ്റെ കോളത്തിലേക്കും ശരിയായത് റെവല്യൂഷൻ്റെ കോളത്തിലേക്കും എടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 168 പേജിൽ കൃത്യമായിട്ട് റെവല്യൂഷനെ കുറിച്ചിട്ടും റൊട്ടേഷനെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. നമുക്കത് ജസ്റ്റ് ഒന്ന് നോക്കാം. റൊട്ടേഷൻ എന്ന് പറയുന്നത് കുട്ടികളെ, ഭൂമി അതിൻ്റെ ഇമേജിനറി ആക്സിസിനെ ചുറ്റിത്തിരിയുന്നതിനാണ് നമ്മൾ റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദ റൊട്ടേഷൻ ഈസ് ദ സ്പിന്നിങ് ഓഫ് ദി എർത്ത് ഓൺ ഇറ്റ്സ് ഇമാജിനറി ആക്സിസ്. ഓക്കെ, മനസ്സിലായല്ലോ? റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഭൂമി അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ടിനെ ചുറ്റിത്തിരിയുന്നതിനാണ് പറയുന്നത്. ഇത് കാരണം, റൊട്ടേഷൻ കാരണമാണ് നമ്മൾ പകലും രാത്രിയും ഡേയും നൈറ്റും ഒക്കെ അനുഭവപ്പെടുന്നത്. എർത്ത് ചുറ്റിത്തിരിയുന്നത് വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലേക്കാണ്. അതുകൊണ്ടാണ് സൺറൈസ് ഈസ്റ്റിലാവുന്നതും സൺസെറ്റ് ചെയ്യുന്നത്, സൂര്യൻ അസ്തമിക്കുന്നത് വെസ്റ്റിലാവുന്നതും. ദ എർത്ത് ടേക്സ് 23 hours 56 minutes 4 seconds ടു കംപ്ലീറ്റ് 1 റൊട്ടേഷൻ. ഒരു റൊട്ടേഷൻ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് എർത്ത് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 23 മണിക്കൂറും 56 മിനിറ്റും 4 സെക്കൻഡ്സുമാണ്. ഇതാണ് ഒരു ദിവസം എന്ന് പറയുന്നത്. ദിസ് ഈസ് കാൽക്കുലേറ്റഡ് ആസ് എ ഡേ. ഇതിനെയാണ് ഒരു ദിവസമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. റൊട്ടേഷൻ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായല്ലോ. റൊട്ടേഷനെ പറ്റിയിട്ട് ഇത്രയും പോയിന്റ്സ് ഇവിടെ പറഞ്ഞിട്ടുള്ള ഇത്രയും പോയിന്റ്സ് ഒന്ന് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇനി റെവല്യൂഷനെ കുറിച്ച് നോക്കാം. റെവല്യൂഷൻ പറയുമ്പോൾ നിങ്ങൾ ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു ഇമേജിലെ ആ ഇമേജ് നോക്കുക. എന്താണ് നിങ്ങൾ ഇമേജിൽ കാണുന്നത്? നടുവിൽ സെൻട്രലായിട്ട് സൂര്യനുണ്ട്, സൂര്യന് ചുറ്റും ഭൂമിയുമുണ്ട് അല്ലേ? സോ ഈ ഒരു ചിത്രം നോക്കി പഠിച്ചു വെച്ചാൽ മാറിപ്പോവില്ല. ഭൂമി സൂര്യനെ ചുറ്റുന്നതിനാണ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. As it rotates, the earth moves around the sun on a fixed orbit. ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു പാതയിലൂടെ എർത്ത് സൂര്യനെ ചുറ്റുന്നുണ്ട്. ഇങ്ങനെ ഒരു പ്രാവശ്യം സൂര്യനെ ചുറ്റാൻ വേണ്ടിയിട്ട് ഭൂമി എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 365 ദിവസമാണ്. ഓക്കെ, ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് 1 year. ഇതിനെയാണ് ഒരു വർഷമായി കണക്കാക്കുന്നത്. ഈ ഒരു റെവല്യൂഷൻ കാരണമാണ് നമ്മൾ സീസൺസും എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അനുഭവപ്പെടുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ റെവല്യൂഷനെ കുറിച്ചും പഠിച്ചു വെക്കുക. നമുക്കിനി ചോദ്യ പേപ്പറിലേക്ക് വരാം. ഇവിടെ പോയിന്റ്സ് ഒന്ന് വായിക്കാം.
ദ എർത്ത് റൊട്ടേറ്റ്സ് ഓൺ ഇറ്റ്സ് ഇമേജിനറി ആക്സിസ്. അതിൻ്റെ സാങ്കല്പിക ആക്സിസിലൂടെ തിരിയുന്നതിന് എന്താണ് മക്കളെ പറയുന്നത്? റൊട്ടേഷൻ. അത് നിങ്ങൾ റൊട്ടേഷൻ എന്ന കോളത്തിലാണ് എഴുതി കൊടുക്കേണ്ടത്. അടുത്ത രണ്ടാമത്തെ പോയിന്റ്, കംപ്ലീറ്റ്സ് 1 revolution in 365 1/4 days. ഏതിലേക്കാണ് വരിക? റെവല്യൂഷൻ ആണ് അല്ലേ? ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയമാണ് ഇവിടെ തന്നിട്ടുള്ളത്. അത് റെവല്യൂഷൻ്റെ കോളത്തിലേക്കാണ് എഴുതി കൊടുക്കേണ്ടത്. അടുത്തത് സീസൺസ് ഒക്കർ. ഋതുക്കൾ, സീസൺസ് ഉണ്ടാവുന്നത് എന്തിൻ്റെ ഫലമായിട്ടാണ്? റെവല്യൂഷൻ്റെ ഫലമായിട്ടാണ്. അതും നിങ്ങൾ റെവല്യൂഷൻ എന്ന കോളത്തിലാണ് എഴുതി കൊടുക്കേണ്ടത്. ഇനി അടുത്ത പോയിന്റ്, ഇറ്റ് റിവോൾവ്സ് എറൗണ്ട് ദി സൺ ഇൻ എ ഫിക്സഡ് ഓർബിറ്റ്. ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഓർബിറ്റിലൂടെ സൂര്യനെ ചുറ്റുന്നതിനാണ് എന്ത് പറയുന്നത്? റെവല്യൂഷൻ എന്ന് പറയുന്നത്. അത് റെവല്യൂഷൻ്റെ കോളത്തിലാണ് നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത്. ഇറ്റ് ടേക്സ് 23 hours 56 minutes and 4 seconds to complete 1 rotation. ഇത് നിങ്ങൾ റൊട്ടേഷൻ്റെ കോളത്തിൽ എഴുതി കൊടുക്കുക. ദ സൺ അപ്പിയേഴ്സ് ടു റൈസ് ഇൻ ദി ഈസ്റ്റ് ആൻഡ് സെറ്റ് ഇൻ ദി വെസ്റ്റ്. ഇത് എന്തിൻ്റെ കാരണമാണ്? സൂര്യൻ ഉദിക്കുന്നത് കിഴക്ക് ഭാഗത്തും അസ്തമിക്കുന്നത് പടിഞ്ഞാറ് ഭാഗത്തുമാണ്. ഇത് എന്തിൻ്റെ കാരണമാണ്? റൊട്ടേഷൻ്റെ കാരണമാണ്. ഈ പോയിന്റ് നിങ്ങൾ റൊട്ടേഷനിലെ കോളത്തിലേക്ക് എഴുതി കൊടുക്കുക. ഒരു ബി ചോദ്യമുണ്ട്. എ ചൈൽഡ് ലിവിംഗ് ഇൻ കേരള വാച്ചസ് അറ്റ് നൈറ്റ് ദി ലൈവ് ടെലികാസ്റ്റ് ഓഫ് ദി കോപ്പ അമേരിക്ക മാച്ച് ടേക്കിംഗ് പ്ലേസ് ഇൻ ന്യൂയോർക്ക്, USA ഡ്യൂറിംഗ് ദി ഡേ. വിച്ച് മൂവ്മെൻറ്റ് ഓഫ് ദി എർത്ത് ഈസ് ദ റീസൺ ഫോർ ദിസ്? USA രാവിലെ നടക്കുന്ന കോപ്പ അമേരിക്ക മാച്ച് കേരളത്തിൽ ഒരു കുട്ടി രാത്രിയിലാണ് കാണുന്നത്. അതെന്തിൻ്റെ കാരണമായിട്ടാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് പിന്നെ റൊട്ടേഷൻ്റെ കാരണമാണ്. എർത്ത് റൊട്ടേഷൻ ആണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത്. അടുത്തത് ആക്ടിവിറ്റി 4 ആണ്. നിങ്ങളുടെ അവസാനത്തെ പാഠത്തിൽ നിങ്ങൾ ലോവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണല്ലോ പഠിക്കുന്നത്. സോ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണിത്. ലോ ഈസ് ദി അക്സെപ്റ്റഡ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ലെഡ് ഡൗൺ ഫോർ ദി എക്സിസ്റ്റൻസ് ആൻഡ് സ്മൂത്ത് ഫങ്ഷനിങ്സ് ഓഫ് ദി സൊസൈറ്റി. നമ്മുടെ സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും അതിൻ്റെ നല്ല പ്രവർത്തനങ്ങൾക്കും വേണ്ടിയിട്ട്, നല്ല നിലനിൽപ്പിനും വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള നിയമങ്ങളും നടപടികൾക്കുമാണ് നമ്മൾ ലോസ് എന്ന് പറയുന്നത്. നമുക്കിവിടെ ചോദ്യം നോക്കാം. കംപ്ലീറ്റ് ഡയഗ്രാം റിലേറ്റഡ് ടു ലോസ്. നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ തന്നിട്ടുള്ള ഈ ഒരു ഡയഗ്രാം കംപ്ലീറ്റ് ആക്കാൻ, പൂർത്തിയാക്കാനാണ്. സോ ഇവിടെ തന്നിട്ടുള്ളത് അൺറിട്ടൺ ലോസ്, എഴുതപ്പെട്ട നിയമങ്ങൾ. ലോസ് ഫോർമുലേറ്റഡ് ബൈ ലെജിസ്ലേറ്റീവ് ബോഡീസ്. ലെജിസ്ലേറ്റീവ് ബോഡീസ് നടപ്പിലാക്കിയിട്ടുള്ള നിയമങ്ങൾ. അടുത്തത് നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 181 പേജിൽ തന്നിട്ടുണ്ട്. നിങ്ങൾ ഇതൊന്ന് വായിച്ചു നോക്കുക. ഇവിടെ പറയുന്നത് എങ്ങനെയൊക്കെയാണ് ലോ ഫോർമുലേറ്റ് ചെയ്യുന്നത്, ലോ നടപ്പിലാക്കുന്നത്, ഉണ്ടാക്കുന്നത് എന്നാണ്. 2 പോയിന്റ്സ് കൂടി നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നിയമങ്ങൾ നമ്മുടെ ജനങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ചും ഉണ്ടാവുന്നുണ്ട്. സോ നമുക്ക് എഴുതാം, സം ലോസ് ആർ മെയ്ഡ് ബേസ്ഡ് ഓൺ പബ്ലിക് ഒപ്പീനിയൻ. പിന്നെ കോഡ് ജഡ്ജ്മെന്റ്സ് ആൾസോ ഹെൽപ്സ് ഇൻ ഫോമിങ് ന്യൂ ലോസ്. കോടതി വിധികളും പുതിയ നിയമങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഈ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുള്ള ഈ 2 പോയിന്റ്സും ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഈ 2 പോയിന്റ്സും, അതായത് ഈ 4 പോയിന്റാണ് തൊട്ട് മുൻപേ നമ്മൾ കാണിച്ച ആ പേജിൽ, ആ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. സോ ഈ 4 പോയിന്റ്സും നിങ്ങൾ എങ്ങനെയാണ് ലോ ഉണ്ടാവുന്നത് എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ 4 പോയിന്റ്സ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. സോ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ വരികയാണ്, എങ്ങനെയാണ് നിയമങ്ങൾ ഉണ്ടാവുന്നത്, എങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ 4 പോയിന്റ്സ് എഴുതി കൊടുത്താൽ മതി. അടുത്തത് ബി ചോദ്യം. റൈറ്റ് എനി 2 റൂൾസ് ഓർ ഗൈഡ് ലൈൻസ് ദാറ്റ് ചിൽഡ്രൻ മസ്റ്റ് ഫോളോ ഫോർ ദി സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ദി സ്കൂൾ. സ്കൂളിൻ്റെ നല്ല പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് കുട്ടികൾ പാലിക്കേണ്ട 2 നിയമങ്ങൾ, നിർദ്ദേശങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ എഴുതാം? കൃത്യസമയത്ത് സ്കൂളിൽ വരിക, വൃത്തിയിൽ യൂണിഫോം ധരിക്കുക, ഡിസിപ്ലിൻ ആയിട്ട് ഇരിക്കുക, നല്ലോണം പഠിക്കുക, സ്കൂളിലെ നിയമങ്ങളും നടപടികളും പാലിക്കുക, ടീച്ചേഴ്സിനെ ബഹുമാനിക്കുക, ഇതൊക്കെ എഴുതാൻ പറ്റുന്നതാണല്ലേ. സോ നമുക്കിവിടെ എഴുതാം, ഒബേ ദ റൂൾസ് ഓഫ് സ്കൂൾ. സ്കൂളിൻ്റെ നിയമങ്ങൾ പാലിക്കുക. റെസ്പെക്ട് ദ ഡിസിപ്ലിൻ ഓഫ് ദി സ്കൂൾ. സ്കൂളിലെ ഡിസിപ്ലിനെ ബഹുമാനിക്കുക. ബി പഞ്ച്വൽ ആൻഡ് കം ഓൺ ടൈം. പഞ്ച്വലായിട്ട് നിൽക്കുക, കൃത്യസമയത്ത് സ്കൂളിലേക്ക് വരിക. അടുത്തത് സി ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ലോ ഈസ് റിലേറ്റഡ് ടു ചിൽഡ്രൻസ് റൈറ്റ്. കുട്ടികളുടെ അവകാശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമം ഏതാണ്? ഇവിടെ ശരിയായിട്ടുള്ളത് 1ാമത്തെ ഓപ്ഷനാണ്, ചൈൽഡ് റൈറ്റ്സ് ആക്ട്, കുട്ടികളുടെ അവകാശ നിയമം. അടുത്തത് നമുക്ക് ആക്ടിവിറ്റി 5 നോക്കാം. ഫുഡ് ഈസ് ദ ബേസിക് റൈറ്റ് ഓഫ് എവറി ഹ്യൂമൻ ബീങ്. നമ്മുടെ എല്ലാവരുടെയും ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് നല്ല ഭക്ഷണമാണ് അല്ലേ. There are thousands of people in many parts of the world who do not get a single meal to sustain life.
നമ്മുടെ ലോകത്ത് പല ഭാഗത്തും ഒരു നേരത്തെ ഭക്ഷണം പോലും, അവരുടെ ജീവൻ നിലനിർത്താനുള്ള ഭക്ഷണം പോലും കിട്ടാത്ത ആൾക്കാരുണ്ട്. ചോദ്യം ഇതാണ്, വിച്ച് ഡേ ഈസ് ഒബ്സർവ്ഡ് ആസ് വേൾഡ് ഫുഡ് ഡേ? വേൾഡ് ഫുഡ് ഡേ ആയിട്ട് ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ, ഒക്ടോബർ 16. അടുത്തത് ബി ക്വസ്റ്റ്യൻ, റൈറ്റ് എ നോട്ട് ഓൺ ദി റീസൺസ് ഫോർ പോവർട്ടി ആൻഡ് സ്റ്റാർവേഷൻ. പട്ടിണിക്കും ദാരിദ്ര്യത്തിനും കാരണം എന്താണെന്ന് ചെറിയ കുറിപ്പായിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് പട്ടിണിക്കും ദാരിദ്ര്യത്തിനും കാരണം? നമ്മൾ മെയിനായിട്ടുള്ളൊരു കാരണം എന്ന് പറയുന്നത് തന്നെ ജോലി ഇല്ലായ്മയാണല്ലേ, അൺഎംപ്ലോയ്മെൻ്റ് ആണ്. നല്ല ജോലിയില്ല, നല്ല വരുമാനമുള്ള നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ജോലിയില്ല, പിന്നെ നമ്മുടെ ഭക്ഷണ സാധനങ്ങൾക്കൊക്കെ നല്ല വില കൂടുക, ഇതൊക്കെ നമുക്കതിനുള്ള കാരണമായിട്ട് എഴുതാൻ പറ്റുന്നതാണ്. നമുക്ക് എഴുതാം, ലാക്ക് ഓഫ് ജോബ്സ് ഈസ് എ മെയിൻ റീസൺ ഫോർ പോവർട്ടി. തൊഴിലില്ലായ്മയാണ് ദാരിദ്ര്യത്തിൻ്റെ ഏറ്റവും വലിയ കാരണം. ലോ ഇൻകം മേക്സ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ബൈ ഫുഡ്. നമ്മുടെ ചെറിയ വരുമാനം നമ്മുടെ ഭക്ഷണം വാങ്ങാനുള്ള ബുദ്ധിമുട്ടിലാക്കുന്നു. ഹൈ പ്രൈസസ് ഓഫ് ഫുഡ് ക്യാൻ ലെഡ് ടു സ്റ്റാർവേഷൻ. ഭക്ഷണത്തിൻ്റെ വിലക്കയറ്റം പട്ടിണിക്ക് കാരണമാകുന്നു. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആൻഡ് ലാക്ക് ഓഫ് റിസോഴ്സസ് ആൾസോ കോസ് പോവർട്ടി. പിന്നെ എന്താണ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്? അതായത് നാശനഷ്ടങ്ങൾ, പ്രകൃതിയിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളൊക്കെ എന്തിനാണ്? പട്ടിണിക്ക് കാരണമാവുന്നുണ്ട്, ദാരിദ്ര്യത്തിന് കാരണമാവുന്നുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. പ്രിപ്പയർ പ്ലക്കാർഡ്സ് ഫോർ ദി റാലി ടു ബി ഓർഗനൈസ്ഡ് ഇൻ സ്കൂൾ ഇൻ കണക്ഷൻ വിത്ത് വേൾഡ് ഫുഡ് ഡേ. വേൾഡ് ഫുഡ് ഡേ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്ലക്കാർഡ്സ് എഴുതാനാണ്. പ്ലക്കാർഡ്സിൽ എഴുതാൻ പറ്റിയിട്ടുള്ള മെസ്സേജസ് ആണ് നിങ്ങളിവിടെ എഴുതി കൊടുക്കേണ്ടത്. 2 പ്ലക്കാർഡിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള മെസ്സേജസ് ആണ് ഇവിടെ എഴുതേണ്ടത്. പ്ലക്കാർഡ്സിൽ എഴുതാൻ പറ്റിയിട്ടുള്ള 2 പോയിന്റ്സ് ആണ്: സേവ് ഫുഡ്, സേവ് ലൈഫ്. നോ ഫുഡ് ഷുഡ് ബി വേസ്റ്റഡ്. ഭക്ഷണം ഒട്ടും തന്നെ പാഴാക്കരുത്. അടുത്തത് ആക്ടിവിറ്റി 6. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് എബൌട്ട് റിവേഴ്സ് ഈസ് കറക്റ്റ്? പുഴകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ആണ്. റിവേഴ്സ് ഇൻ കേരള ഒറിജിനേറ്റ് ഫ്രം ദി ഹൈലാൻഡ്സ്. ഹൈലാൻഡിൽ നിന്നാണ് കേരളത്തിലെ പുഴകൾ ഉത്ഭവിക്കുന്നത്. അടുത്തത് ബി ചോദ്യം, ഗവൺമെൻറ് സ്കീംസ് ടു പ്രൊട്ടക്റ്റ് വാട്ടർ റിസോഴ്സസ് ആൻഡ് എൻഷ്യൂർ ഫ്രഷ് വാട്ടർ സപ്ലൈ ആർ ഗിവൺ ബിലോ. അറേഞ്ച് ദം സ്യൂട്ടബിളി. ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഗവൺമെൻറ് കുറച്ച് സ്കീംസ് പാസ്സാക്കിയിട്ടുണ്ട്, നിലവിൽ കൊണ്ടുവന്നിട്ടുണ്ട്. താഴെ നിങ്ങൾക്ക് ടേബിൾ അതാണ് കൊടുത്തിട്ടുള്ളത്, പക്ഷെ അത് ഓർഡർ തെറ്റാണ്. നിങ്ങളോട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്രൊജക്റ്റിൻ്റെ പേരും ആരാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തതെന്നും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 142 പേജിൽ നൽകിയിട്ടുണ്ട്. ഇനി ഞാൻ ഒഴുകട്ടെ ഹരിത കേരളം മിഷനാണ്. മാലിന്യമുക്ത നവകേരളം, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്. തളിനീരൊഴുകും നവകേരളം, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്. ജൽ ജീവൻ മിഷൻ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ക്വസ്റ്റ്യൻ നോക്കാം. ഇനി ഞാൻ ഒഴുകട്ടെ അതാരാണ് നിലവിൽ കൊണ്ടുവന്നത്? ഹരിത കേരളം മിഷനാണ്. അടുത്തത് തെളിനീരൊഴുകും നവകേരളം, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആണ്. ജൽ ജീവൻ മിഷൻ, സെൻട്രൽ ഗവൺമെൻറ്. അടുത്തത് സി ചോദ്യം, റൈറ്റ് എ മെത്തേഡ് ടു പ്രിവെൻറ്റ് പൊല്യൂഷൻ ഓഫ് വാട്ടർ റിസോഴ്സസ്. വാട്ടർ റിസോഴ്സിൻ്റെ മലിനീകരണം തടയുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മെത്തേഡ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്ത് എഴുതാം? നമുക്ക് എഴുതാം, ജലസ്രോതസ്സുകളിലേക്ക്, വാട്ടർ റിസോഴ്സിലേക്ക് മാലിന്യങ്ങൾ, വേസ്റ്റ്, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുക. അത് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. അടുത്തത് ആക്ടിവിറ്റി 7 ആണ്. എ സേഫ് ആൻഡ് സെക്യൂർ ചൈൽഡ്ഹുഡ് ഈസ് ദ റൈറ്റ് ഓഫ് എവറി ചൈൽഡ്. സുരക്ഷിതമായിട്ടുള്ള ഒരു ബാല്യം എന്ന് പറയുന്നത് എല്ലാ കുട്ടികളുടെയും അവകാശമാണ്. ദർ ആർ സെവറൽ ലോസ് ആൻഡ് സിസ്റ്റംസ് ഇൻ പ്ലേസ് ടു പ്രൊട്ടക്റ്റ് ചൈൽഡ് റൈറ്റ്സ്. കുട്ടികളുടെ അവകാശം സംരക്ഷിക്കുന്നതായി നിരവധി നിയമങ്ങൾ നിലവിലുണ്ട്. ചോദ്യം ഇതാണ്, ലിസ്റ്റ് ദ മെയിൻ ഐഡിയാസ് നെസസറി ടു പ്രിപ്പയർ എ വാൾ മാഗസിൻ ഇൻ ദ ക്ലാസ് ഓൺ ചൈൽഡ് റൈറ്റ്സ്. കുട്ടികളുടെ അവകാശവുമായി ബന്ധപ്പെട്ട് ക്ലാസ്സിൽ തയ്യാറാക്കുന്ന വാൾ മാഗസിനിൽ എഴുതാൻ പറ്റിയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ്, നിങ്ങളുടെ ഐഡിയാസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഏതൊക്കെ പോയിൻറ്റ്സ് ആണ് വാൾ മാഗസിൻ തയ്യാറാക്കുമ്പോൾ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്? എന്തൊക്കെ എഴുതാം? റൈറ്റ് ടു എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. റൈറ്റ് ടു പ്രൊട്ടക്ഷൻ, സംരക്ഷണത്തിനുള്ള അവകാശം. റൈറ്റ് ടു ഹെൽത്ത് ആൻഡ് ഫുഡ്, നല്ല ഭക്ഷണത്തിനും നല്ല ആരോഗ്യത്തിനുമുള്ള അവകാശം. റൈറ്റ് ടു പ്ലേ ആൻഡ് ലീഷ്യർ. റൈറ്റ് ടു ഇക്വാളിറ്റി. റൈറ്റ് ടു എക്സ്പ്രസ് ഒപ്പീനിയൻസ്, അഭിപ്രായങ്ങൾ പറയാനുള്ള അവകാശം. സമത്വത്തിനുള്ള അവകാശം. ഇതൊക്കെ നിങ്ങൾക്ക് അവിടെ എഴുതി കൊടുക്കാവുന്നതാണ്.
അടുത്തത് ബി ചോദ്യം, വിച്ച് ഡേ ഈസ് ഒബ്സേർവ്ഡ് ആസ് ആൻറ്റി ചൈൽഡ് ലേബർ ഡേ? ആൻറ്റി ചൈൽഡ് ലേബർ ഡേ ആയിട്ട് ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. നവംബർ 20, നവംബർ 14, ജൂൺ 12, സെപ്റ്റംബർ 5. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി, ജൂൺ 12 ആണ്. സോ കുട്ടികളെ, നമ്മുടെ ചോദ്യ പേപ്പർ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. 7 പ്രവർത്തനങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. നിങ്ങളുടെ അഭിപ്രായം കൂടി നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ട് ആക്കണേ. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫ്രണ്ട്സ്.